ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഒന്നാമത്തെ ഹെഡ് ഓഫ് ഇൻകം ആയിട്ടുള്ള ഇൻകം ഫ്രം സാലറീസ് എന്ന ഹെഡിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ തന്നെ ഒരു അസസിയുടെ ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ആ അസസിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകമാണ് കമ്പ്യൂട്ട് ചെയ്യാറുള്ളത്. ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് 5 ഹെഡ്സ് ഓഫ് ഇൻകമാണ് വരുന്നത്. അതല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഓഫ് 5 ഹെഡ്സ് ഓഫ് ഇൻകം ഈസ് കോൾഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഏതെല്ലാം ഹെഡ്സ് ഓഫ് ഇൻകം ആണ് ഗ്രോസ് ഇൻകത്തിനകത്ത് വരുന്നത്? അത് സെക്ഷൻ 40 ആ 5 ഹെഡ്സ് ഓഫ് ഇൻകം ഏതൊക്കെയാണെന്ന് പരാമർശിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഹെഡ് ഓഫ് ഇൻകം, ഇൻകം ഫ്രം സാലറീസ്, സെക്ഷൻ 15 ടു സെക്ഷൻ 17, സെക്ഷൻ 15 മുതൽ സെക്ഷൻ 17 വരെയുള്ള പ്രൊവിഷൻസ് ആണ് ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുന്ന ഹെഡിനകത്തുള്ള ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ്. സെക്കൻഡ് വൺ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, സെക്ഷൻ 22 ടു സെക്ഷൻ 27. തേർഡ് വൺ, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, സെക്ഷൻ 28 ടു സെക്ഷൻ 44. ഫോർത്ത് വൺ, ക്യാപിറ്റൽ ഗെയിൻസ്, section 45 to section 55. Then the last one, income from other sources, section 56 to section 59. അപ്പോൾ ഇതിനകത്ത് ഒരു അസസിയുടെ ഗ്രോസ് ടോട്ടലിംഗ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ സെക്ഷൻ 15 മുതൽ സെക്ഷൻ 59 വരെയുള്ള ഇൻകം ടാക്സ് ആക്ടിനകത്തുള്ള പ്രൊവിഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ ആദ്യം പറഞ്ഞ 4 ഹെഡ്സ് ഓഫ് ഇൻകം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഹെഡ്സ് ഓഫ് ഇൻകം ആണ്. വളരെ കൃത്യമായി എങ്ങനെയുള്ള ഇൻകമാണ് ഓരോ ഹെഡിനകത്തും ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പരാമർശിക്കപ്പെടുന്ന പ്രൊവിഷൻസ് ആണ് അതിനകത്തുള്ളത്. അത്തരത്തിലുള്ള ഇൻകമാണ് ആദ്യത്തെ 4 ഹെഡിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. എന്നാൽ 5ാമത്തെ ഹെഡ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഒരു അസസിക്ക് ഒരു ടാക്സബിൾ ഇൻകം ഉണ്ടാവുകയും എന്നാൽ ആദ്യം പറഞ്ഞ 4 ഹെഡ്സ് ഓഫ് ഇൻകത്തിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയാതിരിക്കുകയും ചെയ്താൽ അത്തരത്തിലുള്ള ഇൻകം ടാക്സ് ചെയ്യപ്പെടുന്ന ഹെഡ് ഓഫ് ഇൻകമാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്ന ഹെഡ് ഓഫ് ഇൻകം. ഓക്കെ, നമുക്ക് അതിൽ ഏറ്റവും ആദ്യത്തെ ഹെഡ് ഓഫ് ഇൻകം ആയിട്ടുള്ള ഇൻകം ഫ്രം സാലറീസിലേക്ക് വരാം. ഇൻകം ഫ്രം സാലറീസ്, സാലറീസ് എന്നുള്ള വാക്കിൻ്റെ മീനിങ്, ഇതിനകത്ത് കൂടുതൽ സിമ്പിൾ ആയിട്ടുള്ള മീനിങ് നമുക്ക് കാണാം. എന്താണ് സാലറീസ് എന്ന് പറഞ്ഞാൽ? എനി റെമ്യൂണറേഷൻ പേയബിൾ ബൈ ആൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി ഇൻ കൺസിഡറേഷൻ ഓഫ് ഹിസ് സർവീസ്. ഈ ഒരു ഡെഫിനിഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. അതിനകത്ത് പറയുന്നുണ്ട് എന്താണ് സാലറീസ് എന്ന് പറഞ്ഞാൽ. ഒരു എംപ്ലോയർ ആ എംപ്ലോയർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ എംപ്ലോയി ചെയ്യുന്ന സേവനത്തിനുള്ള പ്രതിഫലമായി കൊടുക്കുന്ന എന്തും സാലറീസാണ്. ഇതിനകത്ത് 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, കൊടുക്കുന്നത് എംപ്ലോയറാണ്. രണ്ടാമത്, വാങ്ങുന്നത് എംപ്ലോയിയാണ്. മാത്രമല്ല അത് എംപ്ലോയി ചെയ്യുന്ന സേവനത്തിനുള്ള പ്രതിഫലമായിട്ടാണ് കൊടുക്കുന്നത്. ഇനി ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയർ എംപ്ലോയി കൊടുക്കുന്ന ക്യാഷ് പേയ്മെൻറ്റ് മാത്രമാണോ, അതല്ലെങ്കിൽ മോണിറ്ററി പേയ്മെൻറ്റ്സ് മാത്രമാണോ ഇൻകം ഫ്രം സാലറീസ് എന്ന് പറഞ്ഞാൽ? ഒരിക്കലുമല്ല. ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇൻക്ലൂഡ്സ് മോണിറ്ററി വാല്യൂ ഓഫ് ദോസ് ബെനിഫിറ്റ്സ് ആൻഡ് ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ. എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ബെനിഫിറ്റുകളുടെയും
എല്ലാ ഫെസിലിറ്റീസിൻ്റെയും മോണിറ്ററി വാല്യൂവും അതിനകത്ത് ഉൾപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ പണമായി കൊടുക്കുന്ന എമൗണ്ട് മാത്രമല്ല സാലറി. ഒരു എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ എന്തെല്ലാം സേവനങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ടോ ആ സൗകര്യങ്ങൾക്കെല്ലാം ഒരു മോണിറ്ററി വാല്യൂ ഉണ്ടാവും. നമ്മൾ ആ മോണിറ്ററി വാല്യൂ അസസ് ചെയ്യണം. അതും ഈ പറഞ്ഞ മോണിറ്ററി പേയ്മെന്റിന്റെ കൂടെ കൂട്ടുന്ന സമയത്താണ് സാലറീസ് എന്ന് പറയുന്ന ഇൻകം നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി സെക്ഷൻ 15 പറയുന്നു, സാലറി എന്ന ഹെഡിന് താഴെ ടാക്സ് ചെയ്യപ്പെടുന്ന ഇൻകം എങ്ങനെയുള്ള ഇൻകമാണ്? 3 തരത്തിലുള്ള ഇൻകമാണ് സെക്ഷൻ 15 പ്രകാരം ടാക്സബിൾ സാലറി ആയിട്ട് മാറുന്നത്. ഒന്ന്, സാലറി ഡ്യൂ ഇൻ ദി പ്രീവിയസ് ഇയർ വെദർ പെയ്ഡ് ഓർ നോട്ട്. ഒരു പ്രീവിയസ് ഇയറിൽ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു അസസിക്ക് ഡ്യൂ ആയിട്ടുള്ള സാലറിയാണ്. ഡ്യൂ ആയി എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? ആ സാലറി എംപ്ലോയി കിട്ടേണ്ടുന്ന സമയമായിട്ടുണ്ട്, പക്ഷേ എംപ്ലോയിക്ക് അത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. സാലറി ആ വർഷം ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അത് ഈ ഹെഡിനകത്ത് വരുന്ന ടാക്സബിൾ സാലറിയാണ്. രണ്ടാമത് അഡ്വാൻസ് സാലറിയാണ്. കറന്റ് ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ളതല്ലാത്ത ഇനി വരാനിരിക്കുന്ന ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള സാലറി എമൗണ്ട് കറന്റ് ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ കറന്റ് പ്രീവിയസ് ഇയറിൽ അഡ്വാൻസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ആ അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന എമൗണ്ടും കറന്റ് പ്രീവിയസ് ഇയറിലെ ടാക്സബിൾ സാലറി ഇൻകമായിട്ട് കണക്കാക്കണം. മൂന്നാമത് അരിയേഴ്സ് ഓഫ് സാലറി ഇഫ് നോട്ട് ചാർജ്ഡ് ഇൻ ഏർലിയർ പ്രീവിയസ് ഇയേഴ്സ്. മുമ്പുള്ള ഏതെങ്കിലും വർഷങ്ങളിൽ കിട്ടേണ്ടുന്ന ശമ്പള കുടിശ്ശിക, അല്ലേ, അരിയർ ഓഫ് സാലറി, അത് ആ വർഷം ടാക്സിന് വേണ്ടി പരിഗണിച്ചിട്ടില്ല എങ്കിൽ, ടാക്സ് ചെയ്തിട്ടില്ല എങ്കിൽ അത് കിട്ടുന്ന വർഷം അതിനെ ടാക്സബിൾ സാലറി ഇൻകമായി കണക്കാക്കണം. മുൻ വർഷങ്ങളിൽ ഡ്യൂ ആയിട്ടുള്ള എന്നാൽ കിട്ടിയിട്ടില്ലാത്ത സാലറിയുടെ എന്തെങ്കിലും കുടിശ്ശിക എമൗണ്ട് ബാക്കിയുണ്ടെങ്കിൽ അത് കറന്റ് പ്രീവിയസ് ഇയറിൽ കിട്ടുകയാണെങ്കിൽ അതിനെ കറന്റ് പ്രീവിയസ് ഇയറിലെ സാലറി ഇൻകമായിട്ട് കണക്കാക്കണം. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില സാലറി ഇൻകവുമായി ബന്ധപ്പെട്ട റൂളുകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. റൂൾസ് റിഗാർഡിംഗ് സാലറി ഇൻകം, അതല്ലെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് സാലറി ഇൻകം എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം. എന്തൊക്കെയാണ്? ഒന്നാമത്തെ അതിൻ്റെ റൂൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട റൂളാണ്, റിലേഷൻഷിപ്പ് ഓഫ് ദി എംപ്ലോയർ ആൻഡ് ദി എംപ്ലോയി. ഇതിനകത്ത് പറയുന്നത് ദി എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പേയ്മെന്റിനെ സാലറി ഇൻകമായി കണക്കാക്കാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ പേയർ മസ്റ്റ് ബി ദി എംപ്ലോയർ ആൻഡ് പേയി മസ്റ്റ് ബി ദി എംപ്ലോയി. കൊടുക്കുന്ന ആള് എംപ്ലോയറും വാങ്ങുന്ന ആള് എംപ്ലോയിയുമാണെങ്കിൽ അങ്ങനെയുള്ളൊരു ബന്ധം ഈ രണ്ടു പേർക്കിടയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പേയ്മെന്റിനെ സാലറി ഇൻകം എന്ന പേരിൽ വിളിക്കാൻ കഴിയുകയുള്ളൂ. ഈ ബന്ധമില്ലാത്ത വല്ല പേയ്മെന്റും ആണെങ്കിൽ അതെന്തല്ല, സാലറി ഇൻകം അല്ല. കൊടുക്കുന്ന ആൾ എംപ്ലോയറും വാങ്ങുന്ന ആൾ എംപ്ലോയിയുമാണെങ്കിൽ സാലറി ഇൻകം ആവുന്നുള്ളൂ. 2, സാലറീസ് ആൻഡ് പ്രൊഫഷണൽ ഇൻകം. സാലറിയും പ്രൊഫഷണൽ ഇൻകവും രണ്ടാണ്. സാലറീസ് എന്ന് പറയുമ്പോൾ എംപ്ലോയി കൊടുക്കുന്ന പേയ്മെന്റ് ആണ്. പ്രൊഫഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ അവിടെ ഒരു എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ല, മറിച്ച് ഒരാൾ തൻ്റെ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഇൻകമാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഡോക്ടർ, ആ ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ സ്റ്റാഫായിട്ട് സേവനം ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ ആ ഡോക്ടർക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന സാലറി ഇൻകം ഉണ്ടാവും, അവിടെ നിന്ന് കിട്ടുന്ന പ്രതിഫലം ഉണ്ടാവും, അല്ലേ? അത് ആ ഡോക്ടറുടെ സാലറി ഇൻകമാണ്. കാരണം അവിടെ ഒരു എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഒരു എംപ്ലോയിയാണ് ഇവിടെ ഈ ഡോക്ടർ എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കുന്നത് എംപ്ലോയർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ്, അത് വാങ്ങുന്നത് എംപ്ലോയി ആയിട്ടുള്ള ഡോക്ടറാണ്. ആ കിട്ടുന്ന എമൗണ്ട് എന്താണ്? അദ്ദേഹത്തിന്റെ ഇൻകം ഫ്രം സാലറീസ് ആണ്. അതേ സമയത്ത് ഉച്ചവരെയാണ് ഈ ഡോക്ടർ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഇദ്ദേഹം സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാണ്, പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്നുണ്ട്. പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് പേഷ്യൻസിനെ അദ്ദേഹം കൺസൾട്ട് ചെയ്യുമ്പോൾ
പേഷ്യൻസിനെ അദ്ദേഹം പരിശോധിക്കുന്ന സമയത്ത്, ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പേയ്മെൻ്റ് ഉണ്ട് അല്ലേ? ആ പേയ്മെൻറ്റ് ഇദ്ദേഹത്തിൻ്റെ സാലറി ഇൻകം അല്ല. കാരണം പേഷ്യൻസ് എന്ന് പറയുന്ന ആളുകൾ ഒരിക്കലും ഈ ഡോക്ടറുടെ എംപ്ലോയർ അല്ല, ഡോക്ടർ എംപ്ലോയിയുമല്ല. അതുകൊണ്ട് തന്നെ ആ ഇൻകം എന്താണ്? ഇദ്ദേഹത്തിൻ്റെ സാലറി ഇൻകം അല്ല, പ്രൊഫഷൻ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഇൻകമാണ്. ഇദ്ദേഹം ഡോക്ടർ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മെഡിക്കൽ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ്. അപ്പോൾ അതിന് പ്രൊഫഷണൽ ഇൻകമായിട്ട് വേണം കണക്കാക്കാൻ. മൂന്നാമത്, റെസിപ്റ്റ്സ് ഫ്രം പേഴ്സൺസ് അതർ ദാൻ എംപ്ലോയർ. ഇനി എംപ്ലോയർ അല്ലാത്ത മറ്റാരെങ്കിലും വല്ല പേയ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞാലോ? അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്ന് പറഞ്ഞു, സാലറി ഇൻകം ആവണമെങ്കിൽ. അപ്പോൾ കൊടുക്കുന്ന ആൾ എംപ്ലോയർ അല്ല എന്നുണ്ടെങ്കിൽ, ഒരു ടാക്സി ഡ്രൈവർ കേസ് നമ്മൾ എടുക്കാം. ടാക്സി ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ട്രിപ്പ് അദ്ദേഹം ഒരു യാത്രക്കാരനുമായിട്ട് ചെയ്യുകയാണ്. യാത്ര അവസാനിക്കുന്ന സമയത്ത് ആ പാസഞ്ചർ യാത്രക്കാരൻ എന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തിന് ടാക്സി ഫെയർ കൊടുക്കുന്നു. ആ ടാക്സി ഫെയർ വാങ്ങുന്ന എമൗണ്ട് ഇദ്ദേഹത്തിൻ്റെ സാലറി ഇൻകം അല്ല അല്ലേ? കാരണം ആ ടാക്സി ഫെയർ കൊടുത്ത ആൾ ഇദ്ദേഹത്തിൻ്റെ എംപ്ലോയർ അല്ല. അപ്പോൾ ഇവിടെ എമൗണ്ട് കൊടുക്കുന്ന എംപ്ലോയർ അല്ല. എംപ്ലോയർ അല്ലാത്ത മറ്റൊരാളൊരു പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത്തരം പേയ്മെൻറ്റ് കിട്ടുന്നത് ആ കിട്ടുന്ന ആളുടെ സാലറി ഇൻകം അല്ല. നമ്മൾ അത്തരം ഇൻകത്തെ അദ്ദേഹത്തിൻ്റെ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിന് താഴെയാണ് ടാക്സബിൾ ഇൻകമായിട്ട് കാണിക്കേണ്ടത്. നാലാമത്തെ റൂള് പറയുന്നത് പേയ്മെൻറ്റ് മെയ്ഡ് ആഫ്റ്റർ സെസേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഒരു ജോലിയിൽ നിന്ന് പിരിഞ്ഞ ശേഷമോ പിരിച്ചുവിട്ട ശേഷമോ കിട്ടുന്ന പേയ്മെൻ്റ് ആണ്. ജോലി അവസാനിപ്പിച്ച ശേഷം കിട്ടുന്ന പേയ്മെൻറ്റ്. സാധാരണ നമ്മൾ റിട്ടയർ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്, റീട്രെഞ്ച്മെൻ്റ് ഉണ്ടാവാറുണ്ട്, വളണ്ടറി റിട്ടയർമെൻ്റ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. എംപ്ലോയീസിനെ സ്വമേധയാ പിരിഞ്ഞു പോകുന്ന എംപ്ലോയീസ് ഉണ്ട്, പിരിച്ചുവിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. റിട്ടയർമെൻറ്റ് ഏജ് ആയ ശേഷം അതിൻ്റെ സാധാരണഗതിയിലുള്ള റിട്ടയർമെൻറ്റ് വാങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. ഇതൊക്കെ എന്താണ്? സ്റ്റോപ്പിംഗ് ഓഫ് ദെയർ എംപ്ലോയ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു എംപ്ലോയി ജോലിയിൽ നിന്ന് പിരിഞ്ഞ ശേഷം കിട്ടുന്ന പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ പേയ്മെൻറ്റിനെ നമ്മൾ സാലറി ഇൻകമായി കണക്കാക്കണം. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ പെൻഷൻ കൊടുക്കുന്ന എമൗണ്ട്, ഗ്രാറ്റുവിറ്റി കൊടുക്കുന്ന എമൗണ്ട് അല്ലേ? ഈ പെൻഷൻ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എംപ്ലോയി ജോലിയിൽ നിന്ന് പിരിഞ്ഞ ശേഷമാണ് ആ എമൗണ്ട് എംപ്ലോയി കൊടുക്കുന്നത്. പക്ഷേ കൊടുക്കുന്ന ആൾ എംപ്ലോയറും വാങ്ങുന്ന ആൾ എംപ്ലോയിയുമാണ്. മാത്രമല്ല എംപ്ലോയിയുടെ പാസ്റ്റ് സർവീസിനുള്ള കൺസിഡറേഷനാണ് ഈ പെൻഷൻ എമൗണ്ടും ഗ്രാറ്റുവിറ്റി എമൗണ്ടും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ജോലിയിൽ നിന്ന് പിരിഞ്ഞ ശേഷം കിട്ടുന്ന പേയ്മെൻ്റ് ആണെങ്കിലും അതിനെ നമ്മൾ എന്തായി കണക്കാക്കണം? അദ്ദേഹത്തിൻ്റെ സാലറി ഇൻകമായിട്ട് കണക്കാക്കണം. മറ്റൊന്ന് ടാക്സ് ഫ്രീ സാലറിയാണ്. ടാക്സ് ഫ്രീ സാലറി എന്ന് പറയുമ്പോൾ ടാക്സ് കൊടുക്കേണ്ടതില്ലാത്ത സാലറി എന്നുള്ള അർത്ഥമല്ല അതിനുള്ളത്. മറിച്ച് ടാക്സ് ഫ്രീ സാലറി എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്നു. ആ സാലറി ഇൻകത്തിന് എത്ര എമൗണ്ട് ആണോ ടാക്സ് കൊടുക്കേണ്ടതെങ്കിൽ ആ ടാക്സിൻ്റെ എമൗണ്ടും ആ എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ കൊടുക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു എംപ്ലോയിക്ക് എംപ്ലോയർ സാലറിയായി 2 ലക്ഷം രൂപ സാലറി ആയിട്ട് കൊടുക്കുന്നു. ഈ 2 ലക്ഷം രൂപ എന്ന് പറയുന്ന എംപ്ലോയിയുടെ സാലറി ഇൻകത്തിന് എംപ്ലോയി കൊടുക്കേണ്ടുന്ന ടാക്സ് ഫോർ എക്സാമ്പിൾ ₹20,000, ഒരു 20,000 രൂപ അതിന് ടാക്സ് ആയി കൊടുക്കണം. അത് ഈ എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ കൊടുക്കുന്നു. എന്ന് പറയുമ്പോൾ 2 lakh rupees സാലറി ആയിട്ട് എംപ്ലോയി കൊടുത്തു. ഒപ്പം 20,000 rupees ടാക്സ് ആയിട്ടും ഈ എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ കൊടുക്കുന്നു. അതാണ് ടാക്സ് ഫ്രീ സാലറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കേസിൽ എംപ്ലോയിയുടെ സാലറി ഇൻകം നമ്മൾ എടുക്കുമ്പോൾ അത് 2 lakh ആണോ 2,20,000 ആണോ? അതിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ ടാക്സബിൾ സാലറി ഇൻകം എടുക്കുമ്പോൾ ₹2,20,000 എടുക്കണം. 2 lakh എംപ്ലോയിക്ക് സാലറി കിട്ടിയ എമൗണ്ടും എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ കൊടുത്ത എമൗണ്ട് ഒരു ബെനിഫിറ്റാണ്, എംപ്ലോയി കിട്ടിയ ബെനിഫിറ്റാണ്. ആ ബെനിഫിറ്റ് ടാക്സബിൾ സാലറി ഇൻകം ആണ്. അതുകൊണ്ട് ₹2,20,000 ആയിരിക്കും അത്തരം സാഹചര്യങ്ങളിൽ സാലറി ഇൻകമായിട്ട് എടുക്കേണ്ടത്. നെക്സ്റ്റ്, ഡിഡക്ഷൻസ് ബൈ എംപ്ലോയർ. ചില സമയങ്ങളിൽ എംപ്ലോയർ സാലറി എമൗണ്ടിൽ നിന്ന് ഡിഡക്ഷൻസ് നടത്തും അല്ലേ? എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യും. അത് പ്രോവിഡന്റ് ഫണ്ടിന് വേണ്ടിയിട്ടാവാം, എംപ്ലോയിക്ക് നൽകുന്ന മറ്റ് സർവീസുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും റിക്കവറിയുടെ ഭാഗമായിട്ടുള്ള ഡിഡക്ഷൻ ആവാം. എനിവേ, അപ്പോൾ എങ്ങനെയാണെങ്കിലും എംപ്ലോയിയുടെ സാലറി എമൗണ്ടിൽ നിന്ന് ഡിഡക്ഷൻസ് എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ ടാക്സബിൾ സാലറി ഇൻകം എടുക്കുമ്പോൾ ഡിഡക്ഷൻ മുമ്പുള്ള സാലറിയെയാണ് ടാക്സബിൾ ഇൻകമായിട്ട് കണക്കാക്കേണ്ടത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു എംപ്ലോയിക്ക്
സാലറി ഡ്യൂ ആകുന്നത്, അദ്ദേഹത്തിൻ്റെ സാലറി എമൗണ്ട്, ഒരു മാസത്തേക്കുള്ള സാലറി എമൗണ്ട് ഡ്യൂ ആകുന്നത് ഫോർ എക്സാമ്പിൾ റുപ്പീസ് 20,000 ആണ്. റുപ്പീസ് 20,000 ആണ് സാലറി ഡ്യൂ ആവുന്നത്. ഓക്കെ, ഈ സാലറി എമൗണ്ടിൽ നിന്ന് PF കോൺട്രിബ്യൂഷനായിട്ട്, അദ്ദേഹത്തിൻ്റെ സാലറി എമൗണ്ടിൽ നിന്ന് PF കോൺട്രിബ്യൂഷനായിട്ട് എല്ലാ മാസവും എംപ്ലോയർ 2,000 റുപ്പീസ് ഡിഡക്റ്റ് ചെയ്യുന്നു. റുപ്പീസ് 2,000 ഡിഡക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എംപ്ലോയി കിട്ടുന്ന എമൗണ്ട് അല്ലേ, നെറ്റ് എമൗണ്ട് എംപ്ലോയി കിട്ടുന്നത് ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ? 20,000 മൈനസ് 2,000 റുപ്പീസ് 18,000 പെർ മന്ത് ആണ് ഇവിടെ എംപ്ലോയിക്ക് കിട്ടുന്ന സാലറി എമൗണ്ട്. അപ്പോൾ റുപ്പീസ് 2,000 എന്ന് പറയുന്ന ഈ എമൗണ്ട് അത് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് വേണ്ടി എംപ്ലോയർ ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എംപ്ലോയിയുടെ സാലറി ഇൻകം എടുക്കുമ്പോൾ റുപ്പീസ് 18,000 എടുക്കണോ അതോ റുപ്പീസ് 20,000 എടുക്കണോ? സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്ത് ഡിഡക്ഷൻ ആണെങ്കിലും സാലറി എമൗണ്ടിൽ നിന്ന് എംപ്ലോയർ എന്ത് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുകയാണെങ്കിലും ഡിഡക്ഷന് മുമ്പുള്ള എമൗണ്ടിനെയാണ് സാലറി ഇൻകമായി കണക്കാക്കേണ്ടത്. എന്ന് പറയുമ്പോൾ റുപ്പീസ് 18,000 അല്ല 20,000 റുപ്പീസ് ആണ് ഈ എംപ്ലോയിയുടെ ടാക്സബിൾ ആയിട്ടുള്ള സാലറി ഇൻകം എന്ന് പറയുന്നത്. അതാണ് ഡിഡക്ഷൻസ് ബൈ എംപ്ലോയർ എന്ന് പറയുന്ന റൂളിൽ പറയുന്നത്. നെക്സ്റ്റ്, സാലറി ഓഫ് എ മെമ്പർ ഓഫ് പാർലമെന്റ്. സാലറി ഓഫ് എ MP, ഒരു MP-യുടെ സാലറിയാണ് അല്ലെ. നമുക്ക് സംശയമൊന്നുമില്ല, MP എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്തല്ല, ഗവൺമെന്റിന്റെ ഒരു എംപ്ലോയി അല്ല അല്ലെ. MPക്ക് സാലറി കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്. അപ്പൊ ഗവൺമെന്റ് MPക്ക് സാലറി കൊടുക്കുമ്പോൾ അവിടെ ഉള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് അല്ല. കാരണം MP ഒരിക്കലും ഗവൺമെന്റിന്റെ എംപ്ലോയി അല്ല. അതുകൊണ്ട് തന്നെ MPക്ക് സാലറി എന്ന പേരിൽ ഒരു എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സാലറി ഇൻകമായി കണക്കാക്കാൻ പറ്റില്ല. സച്ച് ഇൻകം ഈസ് ടാക്സബിൾ അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതർ സോഴ്സ് ഇൻകം ആയിട്ടാണ് അതിനെ ടാക്സ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, സാലറി ഓഫ് എ പാർട്ട്ണർ. പാർട്ട്നേഴ്സിന് കിട്ടുന്ന സാലറിയാണ്. നമ്മൾ പാർട്ണർഷിപ്പ് അക്കൗണ്ട് ഒക്കെ പഠിക്കുമ്പോൾ അതിൽ കാണുന്നതാണ് സാലറി ടു പാർട്ട്ണർ, ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ സാലറി ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്നത് അതിന്റെ പേര് സാലറി എന്നാണെങ്കിലും അതിനെ ടാക്സബിൾ സാലറി ഇൻകമായി കണക്കാക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ആ ഫേമിന്റെ ഒരു എംപ്ലോയി അല്ല. ശരിക്കും അതിന്റെ ഓണറാണ് പാർട്ട്ണർ എന്ന് പറയുന്ന ആൾ അല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല, കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും തമ്മിൽ ഒരു എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ല. അതുകൊണ്ട് അത്തരം പേയ്മെന്റിനെ പാർട്ട്ണറുടെ സാലറി ഇൻകമായിട്ട് കണക്കാക്കാൻ പാടില്ല. പകരം അതിനെ പാർട്ട്ണറുടെ ഇൻകം ഫ്രം ബിസിനസിന്റെ ഇൻകം ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അടുത്ത പോയിന്റ് ഫാമിലി പെൻഷനാണ്. ഫാമിലി പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയി സർവീസിലുള്ള സമയത്തോ മറ്റോ മരണപ്പെട്ടു പോയ ഒരു എംപ്ലോയിയുടെ വിധവക്കോ കുടുംബാംഗങ്ങൾക്കോ എംപ്ലോയർ കൊടുക്കുന്ന പെൻഷൻ എമൗണ്ട് ആണ് ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ഈ പെൻഷൻ എമൗണ്ട് വാങ്ങുന്നത് ഒരിക്കലും എംപ്ലോയി അല്ല. കാരണം എംപ്ലോയി മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ വിധവയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റു നിയമപരമായിട്ടുള്ള ആരെങ്കിലും അവകാശികളോ ആണ് ഈ പെൻഷൻ എമൗണ്ട് വാങ്ങുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ല. അപ്പൊ അതിന്റെ പേര് ഫാമിലി പെൻഷൻ എന്നാണെങ്കിലും എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ലാത്ത ഒരു പേയ്മെന്റ് ആയതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന പേയ്മെന്റ് ആ കിട്ടുന്ന ആളുടെ ഇൻകം ഫ്രം സാലറീസ് അല്ല. അതിന് നമ്മൾ ടാക്സ് ചെയ്യേണ്ടത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിന് താഴെയാണ്. അടുത്ത റൂൾ എന്ന് പറയുന്നത് സാലറി ഗ്രേഡ് അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നതാണ്. സാലറി ഗ്രേഡ് അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന ബേസിക് സാലറിയുമായി ബന്ധപ്പെട്ടുള്ള സാലറി ഗ്രേഡിനെയാണ് നമ്മൾ ആ ഗ്രേഡിനെ വിളിക്കുന്ന പേരാണ് സാലറി ഗ്രേഡ് എന്ന് പറയുന്നത്. അതായത് ഒരു എംപ്ലോയി ഒരു സർവീസിൽ ജോയിൻ ചെയ്യുന്ന സമയത്തോ അദ്ദേഹത്തിന്റെ സാലറി പുനർനിർണയിക്കുന്ന സമയത്തോ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഇനീഷ്യൽ ബേസിക് സാലറി എത്രയാണ്, ഓരോ വർഷവുമുള്ള ആനുവൽ ഇൻക്രിമെന്റ് എത്രയാണ് വരിക. അങ്ങനെ ആ സ്കെയിൽ ഈ എംപ്ലോയി റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവസാനം കിട്ടുന്ന ബേസിക് സാലറി എമൗണ്ട് എത്രയാണ്. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സാലറി സ്കെയിലിനെയാണ് നമ്മൾ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുക. ഒരു ചെറിയ ഉദാഹരണം ഞാൻ കാണിക്കാം. ഒരു എംപ്ലോയിയുടെ സാലറി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എംപ്ലോയി ജോയിൻ ചെയ്യുന്ന ഡേറ്റ് ഫോർ എക്സാമ്പിൾ 1 ജനുവരി 2005. 2005 ജനുവരി 1 ഒരു എംപ്ലോയി ഒരു ജോലിയിൽ പ്രവേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ സാലറി സ്കെയിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്: 12,000 - 2,000
ഹൈഫൺ 20,000 ഹൈഫൺ 4,000 ഹൈഫൺ 40,000. ഇതാണ് ഈ എംപ്ലോയിയുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2005 ജനുവരി 1 ഈ എംപ്ലോയി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഏറ്റവും ആദ്യമായി കിട്ടുന്ന ബേസിക് സാലറിയാണ് ₹12,000 എന്ന് പറയുന്ന എമൗണ്ട്, അല്ലേ? അദ്ദേഹത്തിന് 2005 വർഷം മുഴുവൻ ഡിസംബർ വരെ കിട്ടുന്ന സാലറി എമൗണ്ട് ₹12,000 ആയിരിക്കും. 2006 ജനുവരി 1 ആകുമ്പോൾ കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ സാലറിക്കകത്ത് എന്ത് വരും? 2000 രൂപയുടെ ഇൻക്രിമെന്റ് വരും. 2000 രൂപ സാലറി കൂടും എന്ന് പറഞ്ഞാൽ 2006 ജനുവരി 1 മുതൽ ഇയാളുടെ സാലറി എത്രയായിട്ട് മാറും? 12,000 പ്ലസ് 2,000 ₹14,000 ആകും. അങ്ങനെ 2006 ജനുവരി മുതൽ 2006 ഡിസംബർ വരെ ഇദ്ദേഹത്തിന്റെ സാലറി എമൗണ്ട് 14,000 തന്നെയായിരിക്കും, അല്ലേ? 2007 ജനുവരി 1 ആകുമ്പോൾ ഒരു വർഷം കൃത്യമായി തികയുമ്പോൾ വീണ്ടും ₹2,000 കൂടും. ദെൻ 14,000 പ്ലസ് 2,000 ₹16,000 ആവും, അല്ലേ? അങ്ങനെ ഓരോ വർഷവും 2,000 വീതം ജനുവരി 1 ഇദ്ദേഹത്തിന്റെ സാലറിക്കകത്ത് ഇൻക്രിമെന്റ് വരും. അങ്ങനെ ₹20,000 വരെയാണ്. 20,000 ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം ജനുവരി മുതൽ കൂടുന്ന എമൗണ്ട് ₹4,000 പെർ മന്ത് ആയിരിക്കും. 24,000 ആകും, 28,000 ആകും, 32,000 ആകും. അങ്ങനെ കൂടി ₹40,000 വരെ ആകും. 40,000 ആയി കഴിഞ്ഞാൽ പിന്നീട് ആനുവൽ ഇൻക്രിമെന്റ് വരുന്നില്ല. ഇതാണ് സാലറി ഗ്രേഡ് എന്ന് പറഞ്ഞാൽ, ഓക്കെ? അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് പേ, സാലറി ഗ്രേഡ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു ടേമിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഡ്യൂ ഡേറ്റ് ഓഫ് സാലറി ആണ്. സാലറി ഡ്യൂ ആവുന്ന ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു അസസിയുടെ ടാക്സബിൾ സാലറി ഇൻകം എടുക്കുമ്പോൾ നമ്മൾ ഏത് പീരീഡിലേക്കുള്ള സാലറി ഇൻകം എടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഡ്യൂ ഡേറ്റ് ഓഫ് സാലറി നോക്കിയിട്ടാണ്. സാധാരണഗതിയിൽ ഗവൺമെന്റ് എംപ്ലോയീസോ സെമി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസോ ആണെങ്കിൽ സാലറി ഡ്യൂ ആവുന്ന ഡേറ്റ് 1st ഓഫ് നെക്സ്റ്റ് മന്ത് ആണ്. ഒരു പ്രത്യേക മാസത്തേക്കുള്ള സാലറി എമൗണ്ട് തൊട്ടടുത്ത മാസം 1-ാം തീയതിയാണ് ഡ്യൂ ആവുക. ഉദാഹരണം പറഞ്ഞാൽ ഒക്ടോബർ മാസത്തിലേക്കുള്ള സാലറി എമൗണ്ട്, ഒക്ടോബർ മാസം കിട്ടേണ്ടുന്ന സാലറി എമൗണ്ട് തൊട്ടടുത്ത മാസം 1-ാം തീയതി എന്ന് പറയുമ്പോൾ നവംബർ 1-ാം തീയതിയാണ് ഡ്യൂ ആവുക. അതാണ് ഗവൺമെന്റ് ആൻഡ് സെമി ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിലുള്ള സാധാരണ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. അതേസമയത്ത് ബാങ്ക് എംപ്ലോയീസിന്റെയും നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന്റെയും കേസിൽ ഇതിങ്ങനെ സ്ട്രിക്റ്റ് ആയ റൂളാണെന്നല്ല ഞാൻ പറയുന്നത്, സാധാരണഗതിയിൽ എന്നാണ് പറയുന്നത്. ബാങ്ക് എംപ്ലോയീസിന്റെയോ നോൺ ഗവൺമെന്റ് ബോഡീസിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ കേസിലൊക്കെ ആണെങ്കിൽ അവർക്ക് സാലറി ഡ്യൂ ആവുന്നത് എങ്ങനെയാണ്? ലാസ്റ്റ് ഡേറ്റ് ഓഫ് സെയിം മന്ത്, അതേ മാസം അവസാന തീയതിയാണ് സാലറി ഡ്യൂ ആവുക. എന്ന് പറഞ്ഞാൽ ഒക്ടോബറിലെ സാലറി എമൗണ്ട് ഒക്ടോബർ 31-ാം തീയതി തന്നെ ഡ്യൂ ആവും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഡ്യൂ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള കാരണം? അതിന് കാരണമുണ്ട്, അല്ലെ? എന്താണ് നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ഗവൺമെന്റ് എംപ്ലോയിയെ സംബന്ധിച്ചാണെങ്കിൽ ആ ഗവൺമെന്റ് എംപ്ലോയിയുടെ സാലറി ഇൻകം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂ ആവുന്നത് എന്നാണ്? തൊട്ടടുത്ത മാസം 1-ാം തീയതിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 2019-20 എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ, ഈ പ്രീവിയസ് ഇയറിൽ ഏത് മാസം മുതൽ ഏത് മാസം വരെ കിട്ടിയ സാലറി എമൗണ്ട് ആയിരിക്കണം ഒരു ഗവൺമെന്റ് എംപ്ലോയിയുടെ ടാക്സബിൾ സാലറി ഇൻകമായി നമ്മൾ എടുക്കേണ്ടി വരിക? ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. സാധാരണ നമ്മൾ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എന്നൊക്കെ പറയുമ്പോൾ ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ് എടുക്കേണ്ടത്, അല്ലേ? പക്ഷേ 2019 ഏപ്രിൽ 1 ഈ എംപ്ലോയിക്ക് കിട്ടിയ സാലറി എമൗണ്ട് എന്ന് പറയുന്നത് ഏത് മാസ സാലറി എമൗണ്ട് ആയിരിക്കും? 2019 മാർച്ചിലെ സാലറി എമൗണ്ട് ആയിരിക്കും. കാരണം 2019 മാർച്ചിലെ സാലറി എമൗണ്ട് 2019 ഏപ്രിൽ 1 ഡ്യൂ ആവും, അല്ലേ? അപ്പൊ 2019 മാർച്ചിലെ സാലറിയാണ് ഏപ്രിൽ 1 കിട്ടുക. 2020 മാർച്ച് 31 ആ ഫിനാൻഷ്യലിന്റെ അവസാന ദിവസം അല്ലെങ്കിൽ മാർച്ച് എന്ന് പറഞ്ഞ അവസാന മാസം ഇയാൾ കിട്ടുന്ന സാലറി എമൗണ്ട് ഏത് മാസ സാലറി എമൗണ്ട് ആണ്? ഫെബ്രുവരിയിലെ സാലറി എമൗണ്ട് ആണ്. കാരണം മാർച്ചിലെ സാലറി എമൗണ്ട് അടുത്ത വർഷമേ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിലാകുമ്പോൾ അവരുടെ സാലറി നമ്മൾ മാർച്ച് മുതൽ ഫെബ്രുവരി വരെയുള്ള സാലറിയാണ് ആ ഒരു വർഷം സാലറി ആയിട്ട് കണക്കാക്കുക. അപ്പൊ 2019 ഒരു വർഷത്തേക്കുള്ള 2019 മാർച്ച് മാസത്തെ സാലറി മുതൽ 2020 ഫെബ്രുവരി വരെയുള്ള സാലറി എമൗണ്ടിനെ ആയിരിക്കും ആ വർഷത്തെ സാലറി ഇൻകത്തിൽ ഉൾപ്പെടുത്തുക. അതേസമയത്ത് ഒരു ബാങ്ക് എംപ്ലോയിയുടെ കേസിലാണെങ്കിലോ ആ ബാങ്ക് എംപ്ലോയിക്ക് ഏപ്രിലെ സാലറി എമൗണ്ട് ഏപ്രിൽ 30th ഡ്യൂ ആവും, അല്ലേ?
അപ്പോൾ അതുകൊണ്ട് ഏപ്രിൽ സാലറി ഏപ്രിൽ തന്നെ കിട്ടും. 2020 മാർച്ചിൽ അവസാന മാസ സാലറി എമൗണ്ട് മാർച്ചിലേക്കുള്ള സാലറി എമൗണ്ട് മാർച്ച് 31 കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത്തരം എംപ്ലോയീസിന്റെ കേസിലാകുമ്പോൾ നമ്മൾ സാധാരണ ഫിനാൻഷ്യൽ ഇയർ പോലെ തന്നെ ഏപ്രിൽ മുതൽ മാർച്ച് വരെ കിട്ടിയ സാലറി എമൗണ്ടിനെയാണ് അവരുടെ സാലറി ഇൻകം ആയിട്ട് കണക്കാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എംപ്ലോയിയുടെ സാലറി എന്ന് ഡ്യൂ ആവുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവ്വം നോക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് സാലറീസുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട റൂളുകൾ. നമുക്ക് വേണമെങ്കിൽ സാലറി ഇൻകത്തിൻ്റെ ഫീച്ചേഴ്സ് എന്നതിനെ കുറിച്ച് പറയാൻ പറ്റും. ഓക്കെ, താങ്ക് യു.